Hello guys, it's me IROK. Welcome back to another video guys. So after some time we are back again with another video. So actually നമ്മൾ ഇന്ന് ഗെയിം പ്ലേസും കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. സോ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ചെറിയൊരു അൺബോക്സിങ് ആൻഡ് ഒരു ക്വിക്ക് റിവ്യൂ ആണ്. സോ ആക്ച്വലി നമ്മൾ എൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോസ്മിക് ബൈറ്റിൻ്റെ ബ്ലാക്ക് ആയി എന്ന് പറഞ്ഞൊരു മെക്കാനിക്കൽ ബ്രൗൺ സ്വിച്ച് കീബോർഡാണ് സോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണത്. സോ ആക്ച്വലി ഇത് ഞാൻ അബൌട്ട് ഒരു 8 മാസത്തോളം 8 മാസത്തോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ആക്ച്വലി 8 മാസത്തോളം ഉപയോഗിച്ചതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു അടിപൊളി ഒരു ബെസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കീബോർഡാണ്. ബ്രൗൺ സ്വിച്ചിൻ്റെ കാര്യമാണ് കേട്ടോ പറയണത്. ആക്ച്വലി ബ്ലൂ സ്വിച്ച് ആകുമ്പോൾ ഇതിനേക്കാളും ചീപ്പായിട്ടുള്ള വരുന്നുണ്ട്. ഇതിന് അറൗണ്ട് ഒരു 3300 റുപ്പീസോളം വരുന്നുണ്ട്. ഞാൻ ബ്രൗൺ സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞോളൂ. ബ്ലൂ സ്വിച്ച് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇതിനേക്കാൾ നല്ല കീബോർഡ് ബ്ലൂ സ്വിച്ച് ആയിട്ടുള്ളത് മാർക്കറ്റിൽ ഇതിനേക്കാളും ചീപ്പായിട്ട് അവൈലബിൾ ഉണ്ട്. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കത്. ആമസോണിൽ അവൈലബിൾ ആണ്. 3300 രൂപയാണ് ഇപ്പം അവൈലബിൾ. ഇതിന് ആക്ച്വലി 2 വേരിയൻ്റ് ഉണ്ട്, ബ്ലൂ സ്വിച്ചും ഉണ്ട് ബ്രൗൺ സ്വിച്ചും ഉണ്ട്. സോ ഇത് 8 മാസത്തെ യൂസേജോളം എനിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ഹെവി ബിൽഡാണ്. ഇത് ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും സ്റ്റിൽ ഞാൻ ഉപയോഗിക്കുന്ന ആ കീബോർഡ് തന്നെയാണ്, നോ പ്രോബ്ലം അറ്റ് ആൾ. അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും ആണെങ്കിലും കേബിളിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. നമുക്കൊന്നും പറയാൻ കുറ്റം പറയാനായിട്ടൊന്നുമില്ല ഗൈസ്. അപ്പം അടിപൊളി ഒരു കീബോർഡ് തന്നെയാണ് പറയുന്നത്. സോ ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തെങ്കിൽ ഇപ്പം തന്നെ പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ ഗൈസ്. സോ ഗൈസ്, ആക്ച്വലി ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. സോ ഇതിനകത്ത് ഈ പാക്കേജ് തന്നെ ഇതിൻ്റെ ആദ്യം തന്നെ ഇതിൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളും സ്പെസിഫിക്കേഷൻസും എല്ലാം കാണിച്ചപ്പോണ്ട്. ആക്ച്വലി ഇത് മെക്കാനിക്കൽ ബ്രൗൺ സ്വിച്ച് ആണ് കേട്ടോ. ഓക്കെ, ബ്ലൂ സ്വിച്ച് അല്ല, ബ്രൗൺ സ്വിച്ച് ആണ്. ഇതിൻ്റെ ബ്ലൂ സ്വിച്ച് ഉള്ളതും അവൈലബിൾ ആണ് മാർക്കറ്റിലൊക്കെ. സോ ആക്ച്വലി ഈ മോഡലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഐ എന്നാണ്. ഓക്കെ, സോ ഇത് തന്നെ ഉള്ളൂ, ഇതൊക്കെ ഉള്ളൂ. ഈ പാക്കേജിംഗ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നൈസ് പാക്കേജിങ് തന്നെയാണ്. എന്നാലും പ്രീമിയം ലുക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നുമില്ല, ബട്ട് എന്നാലും സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. ഇവിടെ ആക്ച്വലി അതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും എല്ലാം എഴുതിയിട്ടുണ്ട്. നല്ല വലിയ രീതിയിൽ തന്നെ അതിൻ്റെ പേരും എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് നേരെ നമ്മുടെ ബോക്സ് ഓപ്പൺ ആക്കാം. സോ ആക്ച്വലി ഇവിടുന്ന് വേണം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ബോക്സ് പയ്യനെ തുറക്കാം. ഓക്കെ. സോ ആക്ച്വലി ഗൈസ് വലിയ ഇതൊന്നുമില്ല. ആക്ച്വലി അത് ആദ്യം നമുക്ക് 2 പാക്കേജിംഗ് ആണ് വരുന്നത്. ഇത് ആക്ച്വലി റിസ്റ്റ് ആണ്. ഓക്കെ റിസ്റ്റ് ആണിത്. ഓക്കെ ഗൈസ്, അപ്പം ഇത് ആക്ച്വലി നമ്മുടെ കീബോർഡിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ആക്ച്വലി നമുക്ക് ഇവിടെ റിസ്റ്റ് വെച്ച് ഉപയോഗിക്കാം. സോ നമുക്ക് റിസ്റ്റ് പെയിനും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സോ ആക്ച്വലി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നേരെ കീബോർഡിലേക്ക് തന്നെ കിടക്കാം, മെയിൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ആക്ച്വലി കീബോർഡ്. ഓക്കെ, ഇതിനകത്ത് ബോക്സിനകത്ത് നമുക്ക് യൂസർ മാനുവലും ഒക്കെ വരുന്നുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് ഞാൻ പറഞ്ഞുതരാം ആൾറെഡി. നമുക്ക് അങ്ങനത്തോട്ട് വരാം. സോ അപ്പം ഇതൊന്ന് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഈ ബോക്സ് ഒന്ന് മാറ്റുകയാണ്. സോ നമുക്ക് നേരെ നമ്മുടെ കീബോർഡിലേക്ക് തന്നെ കിടക്കാം ഗൈസ്. സോ നമുക്ക് ആൾറെഡി ഇവിടെ നല്ല സ്പോഞ്ചിങ് ഒക്കെ വന്നിട്ടുണ്ട്. നൈസ് ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ കീബോർഡ് എന്ന് പറഞ്ഞാൽ. ഇത് ആക്ച്വലി നല്ല ബ്രൈഡഡ് കേബിളൊക്കെ ആയിട്ട് നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. സോ ഇത് ആക്ച്വലി നൈസായിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മുടെ കേബിളിന്. ദെൻ ഇതാണ് നമ്മുടെ കീബോർഡ് എന്ന് പറഞ്ഞാൽ ഗൈസ്. ദിസ് ഈസ് അവർ കീബോർഡ്. നൈസായിട്ടുണ്ട് എന്തായാലും നൈസ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ കീബോർഡ്. ഓക്കെ നൈസ്. ഇവിടെ ആക്ച്വലി ബ്രാൻഡിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ആക്ച്വലി ഇത് ഒരു മെറ്റൽ ബേസ് ആണ് കേട്ടോ. മെറ്റലാണ് ഈ ഒരു മണ്ടയ്ക്കത്തുള്ളൊരു കോട്ടിങ് എന്ന് പറഞ്ഞാൽ. നൈസ്. ബാക്കിലേക്ക് വരുമ്പോഴാണ് ഗൈസ്, ബാക്കിൽ ഫുള്ള് പ്ലാസ്റ്റിക് കോട്ടിങ് ആണ് ഗൈസ്, പ്ലാസ്റ്റിക് ആണ്. ഇവിടെ ആക്ച്വലി നല്ലൊരു ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിന് നല്ലൊരു റബ്ബറൈസ്ഡ് സ്ട്രക്ചർ തന്നെയാണ് കൊടുത്തേക്കുന്നത്, കാരണം തെന്നി പോയിരിക്കാനും ആയാലും നല്ലൊരു റബ്ബറൈസ്ഡ് സ്ട്രക്ചർ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നല്ലൊരു കാര്യമാണത്. ഓക്കെ, ഇവിടെ ആക്ച്വലി കോസ്മിക് ബൈറ്റ് എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ മോഡൽ നെയിമും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ നൈസ്. സോ ഗൈസ്, ആക്ച്വലി ഇത് അൺഫോർച്ചുനേറ്റ്ലി ഇത് നമുക്ക് കസ്റ്റമൈസബിൾ അല്ല. വെച്ചാൽ സോഫ്റ്റ്വെയർ വഴി ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് അല്ലാതെ നമുക്ക് നല്ല ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. 13
ഓപ്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. നമുക്ക് 13 രീതിയിലുള്ള മോഡ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ ആക്ച്വലി ഇതൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മുടെ ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കീസ് എന്ന് പറയുമ്പം ബ്രൗൺ സ്വിച്ച് കീ ആണ്. ദിസ് ഈസ് ദി as you can see guys, ഇതാണ് ബ്രൗൺ സ്വിച്ച്. നമ്മൾ ആക്ച്വലി ഇത് കണ്ടോ ഗൈസ്, അൺലൈക്ക് ദ ബ്ലൂ സ്വിച്ച് ഇത് കുറച്ചുകൂടെ ക്വയറ്റാണ് വെച്ചാൽ ഒത്തിരി നോയ്സ് അത്രയും വരില്ല ബ്ലൂ സ്വിച്ചിൻ്റെ അത്രയും. സോ നൈസായിട്ടുണ്ട്. ഐ ഡെഫിനറ്റ്ലി ലൈക്ക് ഇറ്റ്. സോ ഇതാണ് ഇത് കീ നമുക്ക് പുൾ ചെയ്തെടുക്കാനുള്ളൊരു ഇതും തരുന്നുണ്ട് അവർ. സോ നൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇതാണ് ഇത് ഞാൻ നേരെ സിസ്റ്റത്തിൽ യൂസ് ചെയ്തിട്ട് എൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ കീബോർഡ് എന്ന് പറഞ്ഞത്. ലൈറ്റിങ് ഒക്കെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. സോ ആക്ച്വലി നമ്മുടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമുക്കിത് ഞാനിപ്പോൾ എങ്ങനെ ഇത് നമുക്ക് എൻ്റെ മോഡ് സെറ്റ് ചെയ്യാന്ന് കാണിച്ചു തരാം. ആക്ച്വലി ഇത് ഫങ്ഷൻ കീ പ്ലസ് ഈ ഒരു കീയും കൂടെ ഞെക്കുക. ആക്ച്വലി നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലുമായിട്ട് നമുക്കൊരു നീല ലൈറ്റിങ് കാണാൻ പറ്റും. ആക്ച്വലി ഈ രണ്ട് സ്വിച്ച് ഞെക്കുക, ഈ ഫങ്ഷൻ കീ പ്ലസ് ഈ ഒരു കീയും കൂടെ ഞെക്കുക. നമുക്കിത് ആക്ച്വലി ഒരു എന്താ പറയുക, നമുക്കൊരു ബ്രീത്തിങ് എഫക്റ്റ് പോലെ ഒന്ന് അണഞ്ഞിട്ട് വീണ്ടും വരിക, അങ്ങനെ ഒരു മോഡാവും. ഇനി നിങ്ങൾക്ക് ഈ സൈഡിൽ ഇത് ലൈറ്റ് വേണ്ടെങ്കിൽ ഒന്നും കൂടെ ഞെക്കുക, ജസ്റ്റ് അത് ഫുള്ളി ടേൺ ഓഫ് ആവുന്നതാണ്. സോ അത് കിടക്കട്ടെ. ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റിങ്സും കാര്യങ്ങളിലേക്ക് എല്ലാം കിടക്കാം നമുക്ക്. സോ ആക്ച്വലി ഇത് ഫങ്ഷൻ കീ പ്ലസ് ഈ ആരോ അപ്പും ഞെക്കി നമുക്ക് ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്യാം. സോ ബ്രൈറ്റ്നസ് ഇപ്പോൾ ഞാൻ മാക്സിമം ഫുള്ള് ബ്രൈറ്റ്നസ് ഇതാണ്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ പല മോഡുകൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കിത് ഫങ്ഷൻ കീ പ്ലസ് സ്ക്രീൻ ലോക്ക് ഞെക്കി നമുക്ക് പല മോഡുകൾ കാണാൻ പറ്റും. നമുക്ക് സോ ഗൈസ്, അപ്പോൾ ആദ്യത്തെ മോഡ് ഇതാണ്. സോ ഗൈസ്, അപ്പോൾ ഫങ്ഷൻ കീ പ്ലസ് ഈ കീ ഞെക്കിയാൽ നമുക്കിപ്പോൾ ഓടുന്ന ഈ ഒരു മോഡ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ ബൂസ്റ്റ് ആവും, വെച്ചാൽ സ്പീഡ് കൂടും ഗൈസ്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ല? സോ ഗൈസ്, അടുത്ത മോഡെന്ന് പറയുമ്പോൾ ഇതാണ് ഗൈസ് അടുത്ത മോഡ്. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് മോഡ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇതെന്ന് പറയുമ്പം നമ്മുടെ ടച്ച് റെസ്പോൺസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് നമുക്ക് ഇപ്പം കളറ് മാറ്റണമെങ്കിലും ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഫങ്ഷൻ കീ പ്ലസ് ഹോം അടിച്ചാൽ നമുക്ക് കളർ മാറ്റാൻ പറ്റും. ഉണ്ടല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഫങ്ഷൻ കീ പ്ലസ് ഒന്നും കൂടി അടിക്കാം. അപ്പം അടുത്ത മോഡ് ഇതെന്ന് പറയുമ്പം പോയിട്ട് അവിടെ തിരിച്ച് വരും, അങ്ങനെയാണ്. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ അടുത്ത മോഡെന്ന് പറയുമ്പം ഇതാണ് നെക്സ്റ്റ് മോഡ്. ഓക്കെ, ഇത് കണ്ടില്ല? ഈച്ച് കീയിൽ നമുക്ക് ഓരോ കളർ വെച്ച് മാറ്റിക്കൊണ്ടിരിക്കാം. നൈസ്. സോ ഗൈസ്, ഇപ്പം വേണ്ടത് കണ്ടില്ല? അടുത്തതും ഇത് പറയുമ്പം നമ്മൾ ഈ ടച്ച് കഴിഞ്ഞിട്ട് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് അത് ആക്ച്വലി അത് മാഞ്ഞു പോകും. ഓക്കെ, നല്ലൊരു ഇതാണ്. ഇതാണ് നമുക്ക് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെ തന്നെ ഉള്ളൂ ഇതിനകത്ത് ലൈറ്റിങ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ പറയാനായിട്ട്. സോ ആക്ച്വലി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല റെസ്റ്റ് ഉണ്ടെന്ന്. സോ ആക്ച്വലി ഇതാണ് ഗൈസ് ആ സാധനം. ഇത് ആക്ച്വലി ഇങ്ങനെ വെക്കുകയാണ്. ആക്ച്വലി ഇത് വെക്കാനായിട്ട് ഇവിടെ ഒരു പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവർ.
ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കീബോർഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ അതിനൊക്കെ ഞാൻ റിപ്ലൈ ഇടുന്നതാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് മൈ വീഡിയോ. സോ എല്ലാവർക്കും ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. സോ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.